Hello everyone, welcome to the study on the Shapers of Destiny. Today our focus will be on the Romans. Our discussion so far was mainly focused on the pre-English period. We had mentioned about the three conquerors in the pre-English period. We saw about the first two, the Iberians and the Celts. And today we focus on the Romans. Rome is a place with a deep history and culture. A few proverbs are enough to prove the impact of Rome on world culture. Rome was not built in a day. All roads lead to Rome. When in Rome, be a Roman. And Rome is a place with a great history. It's the capital city of Italy. One significance of Rome is the three types of governance which it had practiced. In fact, we can say that Rome is the cradle of these systems of governance. Rome had a system of kingship, then it was a republic, and later it was an imperialist empire. രാജഭരണം ഉണ്ടായിരുന്നു, പിന്നീട് ഒരു റിപ്പബ്ലിക്കൻ വ്യവസ്ഥയിലേക്ക് റോം മാറി, പിന്നെ ഒരു കൊളോണിയൽ പവറായിട്ട്, ഒരു ഇമ്പീരിയലിസ്റ്റ് പവറായിട്ട് റോം മാറി. The recorded history of Rome starts from BC 8th century. So let's go to that period, BC 8th century, where we see the emergence of Rome as a kingdom. There is the story of the twins Romulus and Remus, who are descendants of the Trojan prince Aeneas. They are supposed to be the founders of Rome. ഇവരുടെ പിതാവ് അവിടെ രാജാവായിരുന്നു, എന്നാൽ അദ്ദേഹത്തിൻ്റെ രാജ്യം അദ്ദേഹത്തിൻ്റെ സഹോദരൻ പിടിച്ചെടുത്തു. അപ്പോൾ ഈ കുട്ടികൾ വളർന്നു വരുന്നത് തനിക്കൊരു ഭീഷണിയാകും എന്ന് ചിന്തിച്ച് he tried to kill these two boys, but they were taken care of by others, and legend says that a she wolf gave them milk and took care of them. ഇന്നും റോമിൻ്റെ ഒരു എംബ്ലമായിട്ട് ഈ ഒരു ചിത്രമാണ് അവരെ കാണിക്കുന്നത്. And so Romulus and Remus, they didn't know who they were. They were brought up as foundlings. അവരെ എടുത്ത് വളർത്തിയവർക്കും അവരെക്കുറിച്ച് അധികം അറിയത്തില്ല. But there was a natural tendency of leadership in these two boys. അങ്ങനെ അവർ വളർന്നു വന്നു. കുറേ നാൾ കഴിഞ്ഞ് അവർ രാജ്യത്തിൻ്റെ ഭരണത്തിലും മറ്റും ഏർപ്പെടുവാനായിട്ട് തുടങ്ങി. Later they realized who they were, and then they started efforts to build up their empire. ഇപ്പോൾ റോം എന്ന് പറയുന്നത് ഒരു 7 കുന്നുകളാൽ ചുറ്റപ്പെട്ട ദ സിറ്റി ഓഫ് 7 ഹിൽസ് എന്നാണ് പറയുന്നത്. അപ്പോൾ റോമുലസും റേമുസുമായിട്ട് ഇടയ്ക്ക് ഒരു കലഹമുണ്ടായി. ഇതിൽ ഏത് കുന്നിൽ വേണം അവരുടെ സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട്, ക്യാപിറ്റൽ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട്. ആൻഡ് ദർ വാസ് എ ഫൈറ്റ്. റോമുലസ് കിൽഡ് റേമുസ്, and thus he emerges as the first king of Rome. പിന്നീട് കുറേ നാൾ റോമിൽ ഒരു രാജഭരണമാണ് ഉണ്ടായിരുന്നത്. Then Rome experiments the second system of republic. BC 6ാം നൂറ്റാണ്ടിൽ we have the establishment of the Roman Republic. അധികാരം അവിടുത്തെ മജിസ്ട്രേറ്റ്സ്, സെനറ്റ് ആൻഡ് മിലിറ്ററി. അന്ന് റോമിൻ്റെ ഒരു എംബ്ലം തന്നെയാണ് SPQR, which is translated in English as the Senate and People of Rome. ഒരു ട്രയംവിറേറ്റ് സിസ്റ്റം റോമിൽ ഉണ്ടായിരുന്നു. അതായത് 3 പേരെങ്കിലും അവരുടെ ഭരണത്തിൽ എപ്പോഴും ഉണ്ടാവണം. റോം ഒരിക്കലും ഒരു ഏകാധിപതിയാൽ ഭരിക്കപ്പെടരുത്. സോ ജൂലിയസ് സീസർ, ഷേക്സ്പിയറിൻ്റെ നാടകം ജൂലിയസ് സീസറിൽ ഇതേക്കുറിച്ച് പറയുന്നുണ്ട്, റോമിൻ്റെ ട്രയംവിറേറ്റ് സിസ്റ്റത്തെക്കുറിച്ച്. വാസ്തവത്തിൽ റോമിൻ്റെ ആ ഒരു ഫിലോസഫി, ഈ റിപ്പബ്ലിക്കിലെ ഒരു ഫിലോസഫി, റോം ഒരിക്കലും ഏകാധിപത്യത്തിലേക്ക് പോകരുത് എന്നുള്ളതാണ്. ജൂലിയസ് സീസർ നാടകത്തിൽ പറയുന്ന അനുസരിച്ച് ബ്രൂട്ടസിനെ കൊണ്ട് സീസറിനെ കൊല്ലിക്കുവാനായിട്ടുള്ള ഒരു തീരുമാനം എടുപ്പിക്കുന്നത്. കാരണം ബ്രൂട്ടസിനെ സംബന്ധിച്ച് അദ്ദേഹം വളരെ കുലീനനാണ്. ഒരിക്കലും റോം ഒരു ഏകാധിപതിയാൽ ഭരിക്കപ്പെടരുത്. സോ ജൂലിയസ് സീസർ പവർഫുള്ളായിട്ട് വരുമ്പോൾ ഇസ് ഹി ഗോയിങ് ടു ബിക്കം ആൻ എംപറർ എന്ന ഭീഷണി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ട്രയംവിറേറ്റ് സിസ്റ്റം 3 പേരുടെ ഭരണം അവിടെ റോമിൽ നടക്കുന്നു. എന്നാൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ജൂലിയസ് സീസർ വളരെ പവർഫുള്ളായിട്ട് മാറുന്നൊരു സമയം. അദ്ദേഹം ഏതാണ്ട് ഒരു ഏകാധിപതിയാകുന്നു എന്ന ഒരു ചിന്ത ശരിയാണ്. പല സ്ഥലങ്ങളിലും സീസർ പോയി കോൺക്വസ്റ്റ് നടത്തുന്നു, റോമിലേക്ക് വളരെ വെൽത്ത് കൊണ്ടുവരുന്നു. BC 44
ജൂലിയസ് സീസറിൻ്റെ അസാസിനേഷൻ നമ്മൾ കാണുന്നു. അത് കഴിഞ്ഞുള്ള അടുത്തൊരു പോയിൻ്റാണ് BC 31. ഈ സമയത്ത് ഈജിപ്തിനെ റോമിനോട് ചേർക്കുന്ന ഒരു സംഭവമാണ് നടക്കുന്നത്. റോമിലെ ജൂലിയസ് സീസറിന് ശേഷമുള്ള ട്രയംവിറേറ്റ് എന്ന് പറയുന്നത് ഒക്ടേവിയസ് സീസർ, മാർക്ക് ആൻ്റണി, ലെപ്പിഡസ്, ഇങ്ങനെ 3 പേരാണ്. എന്നാൽ ഈജിപ്റ്റ് കോൺകർ ചെയ്യാനായിട്ട് മാർക്ക് ആൻ്റണി അവിടെ നിന്ന് പോകുന്നു. ഈജിപ്തിൽ ചെന്ന മാർക്ക് ആൻ്റണി ക്ലിയോപാട്ര എന്ന സുന്ദരിയായ രാജ്ഞി, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി എന്ന് പറയാം, ഹി ബിക്കംസ് എനാമേർഡ് ക്ലിയോപാട്ര ആൻഡ് ഹി ഫൊഗറ്റ്സ് റോം. ജൂലിയസ് സീസറിൻ്റെ മറ്റൊരു നാടകത്തിൽ ഇത് പറയുന്നുണ്ട്, ആൻ്റണി ആൻഡ് ക്ലിയോപാട്ര. അവിടെ ആൻ്റണിയെ കുറിച്ച് വിവരങ്ങളൊന്നും കിട്ടാത്തത് കൊണ്ട് ഒക്ടേവിയസ് ആളെ അയക്കുന്നു. റോമിൽ നിന്ന് തന്നെ അന്വേഷിച്ച ആൾക്കാർ വന്നു എന്നറിയുമ്പോൾ മാർക്ക് ആൻ്റണി ക്ലിയോപാട്രയോടൊപ്പം ഇരിക്കുന്ന മാർക്ക് ആൻ്റണി പറയുന്നു, ലെറ്റ് റോം ഇൻ ടൈബർ മെൽറ്റ്. ആ ഒരു സിറ്റുവേഷനിൽ BC 31 ഒക്ടേവിയസ് ഈജിപ്റ്റ് കീഴടക്കുന്നു. there's a war with Cleopatra and Mark Antony. In BC 27, BCയിലെ വർഷങ്ങൾ നമ്മൾ പുറകോട്ടാണത് കൗണ്ട് ചെയ്യുന്നത്. BC 27 the Roman Senate grants overarching powers to Octavius or Octavian and gives him the new title Augustus. ഇദ്ദേഹമാണ് ബൈബിളിൽ പറയുന്ന ഓഗസ്റ്റസ് സീസർ. ജീസസ് ജനിക്കുന്ന സമയത്ത് ഒരു സെൻസസ് ഒക്കെ ഓർഡർ ചെയ്യുന്ന ഓഗസ്റ്റസ് സീസർ ഇദ്ദേഹമാണ്. സോ റോമിൻ്റെ ഒരു റിപ്പബ്ലിക് ഫേസ് ഇവിടെ അവസാനിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നു. ദെൻ റോം ബിക്കംസ് ആൻ എംപയർ. ഏതാണ്ട് 1500 വർഷം റോം ഒരു എംപയറായിട്ട് തുടങ്ങുന്നു. പാക്സ് റൊമാന, പാക്സ് എന്നുള്ളത് പീസ് എന്നാണ് അർത്ഥം. റോമൻ പീസ് ഈ റോമിൻ്റെ എംപയറിൻ്റെ ഒരു മുഖമുദ്രയായിരുന്നു. അതായത് അവർ എവിടെ അവരുടെ രാജ്യമുണ്ടെങ്കിലും സാമ്രാജ്യമുണ്ടെങ്കിലും അവിടെ ഒരു പ്രത്യേക സമാധാനമുണ്ട്. എന്ന് പറഞ്ഞാൽ മിലിറ്ററി അടിച്ചേൽപ്പിക്കുന്ന ടോട്ടൽ മിലിറ്ററി കൺട്രോളിലുള്ള ഒരു റോമൻ പീസാണ് ഈ പാക്സ് റൊമാന. പിന്നീട് റോമിൽ വന്ന പല എംപറേഴ്സ്, കാലിഗുല, ക്ലോഡിയസ്, നീറോ, വെസ്പാസിയൻ, ഡൊമീഷ്യൻ, ട്രാജൻ, കൊമഡസ്, ഡയോക്ലീഷ്യൻ, ഇവരുടെ എല്ലാം കാലത്ത് ഈ ഒരു എംപയർ മുമ്പോട്ട് പോകുന്നു. AD 324 കോൺസ്റ്റന്റൈൻ ചക്രവർത്തി റോമിൻ്റെ എംപററായിട്ട് മാറുന്നു. He establishes a new capital city, Byzantium, and it is renamed as Constantinople. ഈ ബൈസാൻഡിയം നമ്മൾ ലിറ്ററേച്ചർ സ്റ്റുഡൻസിന് സിഗ്നിഫിക്കൻ്റ് ആണ്. WB Yeatsൻ്റെ 2 കവിതകൾ, സെയിലിംഗ് ടു ബൈസാൻഡിയം, ബൈസാൻഡിയം, ഈ സ്ഥലത്തെ ഒരു കലകളുടെ ഒരു കേന്ദ്രമായി ഒരു ആലങ്കാരിക തലത്തിലാണ് ബൈസാൻഡിയം എന്ന കവിതയിൽ ഇത് കാണുന്നത്. ഓക്കെ, കോൺസ്റ്റന്റൈന് ബൈസാൻഡിയത്തെ തൻ്റെ ക്യാപിറ്റലാക്കി കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് റീനെയിം ചെയ്തു. അതിനു മുമ്പ് ഓരോ ചക്രവർത്തിമാർ വരുമ്പോൾ റോമിലെ ഓരോ സ്ഥലങ്ങളായിരുന്നു അവരുടെ തലസ്ഥാന നഗരികളായിട്ട് അവർ കണ്ടുകൊണ്ടിരുന്നത്. ആൻഡ് Emperor Constantine, he adopted Christianity as his religion, and thus Christianity becomes the official religion of Rome. അതിനു മുമ്പ് റോമൻസ് ക്രിസ്ത്യൻസിനെ വളരെ പീഡിപ്പിക്കുന്നൊരു അനുഭവമായിരുന്നു. ഇൻഫാക്റ്റ് ജീസസ് ക്രൈസ്റ്റിൻ്റെ മരണം പോലും റോമൻ ഗവൺമെൻറ്റിൻ്റെ അധികാരത്തിലാണ് നടന്നത്. അതുകൊണ്ട് പിന്നീട് ക്രിസ്ത്യാനിറ്റി വളരെയേറെ ഡെവലപ്പ് ചെയ്ത് മുമ്പോട്ട് വരുമ്പോൾ റോം എപ്പോഴും അതിനെ കൺട്രോൾ ചെയ്യുന്നൊരു രീതിയിലായിരുന്നു, വളരെയേറെ പേഴ്സിക്യൂട്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു. എന്നാൽ ഇപ്പോൾ ചക്രവർത്തി തന്നെ, കോൺസ്റ്റന്റൈൻ തന്നെ, ഹി ബിക്കംസ് എ ക്രിസ്ത്യൻ. സോ റോം ഒരു ക്രിസ്ത്യൻ രാജ്യമായിട്ട് മാറുന്നു. എംപറർ തിയോഡോഷ്യസ് ദ ഫസ്റ്റ്, അദ്ദേഹം AD 395 മരണപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് റോമിലെ 2 ഡിവൈഡ് ചെയ്യുന്നു. ഭരണപരമായ ഒരു ഡിവിഷനായിരുന്നു. റോം വാസ് ഡിവൈഡഡ് ഇൻ ടു ദി ഈസ്റ്റ് ആൻഡ് ദ വെസ്റ്റ്, ഈസ്റ്റേൺ റോമൻ എംപയർ ആൻഡ് ദ വെസ്റ്റേൺ റോമൻ എംപയർ. AD 496 ക്രമേണ വെസ്റ്റേൺ റോമൻ എംപയറിൻ്റെ പതനം ഏതാണ്ട് ടോട്ടലാകുന്നു. ഒരു ഇറോഷൻ ഓഫ് പവറാണ് അവിടെ ഉണ്ടാകുന്നത്. The Eastern Roman Empire remained powerful till 1453 when it fell into the hands of the Ottoman Turks. ഇത് റോമൻ എംപയറിൻ്റെ ഒരു അവസാനമാണ്. നമ്മുടെ ഫോക്കസ് കുറേ പുറമോട്ട് നമ്മൾ പോവുകയാണ്. ഇറ്റ് ഈസ് അബൌട്ട് ദ റോമൻ ഇൻവേഷൻ ഓഫ് ബ്രിട്ടൻ. ബ്രിട്ടനെ റോം കീഴടക്കിയ കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇനിയും ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം ഞാൻ രണ്ട് സെക്ഷൻസ് ആക്കുകയാണ്.
ഇവിടെ ഞാൻ റോമൻ ഇൻവേഷനെ കുറിച്ച് പറയുന്നു, പിന്നീട് റോമൻ സെറ്റിൽമെൻറ്റ് മറ്റൊരു സെക്ഷൻ ആയിരിക്കും. ഹൗ ദ റോമൻസ് റൂൾഡ്, ഹൗ ദ റോമൻസ് ലിവ്ഡ് ഇൻ ബ്രിട്ടൻ എന്നുള്ളത് അടുത്തൊരു സെക്ഷൻ ആയിരിക്കും. ഇൻ ദിസ് സെക്ഷൻ വി വിൽ സീ ഡീറ്റെയിൽസ് അബൌട്ട് ദ റോമൻ ഇൻവേഷൻ, എങ്ങനെ ബ്രിട്ടനെ അവർ കീഴടക്കി അവരുടെ കൺട്രോളിൽ കൊണ്ടുവന്ന കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ കാണുന്നത്. നമ്മൾ കെൽസിനെ കുറിച്ച് പഠിച്ചല്ലോ. കെൽസിൻ്റെ 3 ട്രൈബ്സിനെ കുറിച്ച് പഠിച്ചു. ആ 3 ട്രൈബ്സിൻ്റെ പേരുകൾ ഓർമ്മയിൽ നിന്ന് പറയാൻ ശ്രമിക്കുമോ? ഇവിടെ ഒരു പേര് ഞാൻ കൊടുത്തിട്ടുണ്ട്, ദ ബെൽഗീസ്, അത് ലാസ്റ്റാണ്. മറ്റ് ആദ്യത്തെ 2 ദ ഗൈലിക് ഓർ ദ ഗൈഡലിക്, മറ്റൊന്ന് ബ്രിട്ടൻ എന്നുള്ള പേര് വന്ന ബ്രിത്തോൺസ്, ആൻഡ് ലാസ്റ്റ് ദ ബെൽഗീസ്. ഈ ബെൽഗിയ ട്രൈബിലുള്ളവർ അവരുടെ കിൻസ്മെൻ, അവരുടെ റിലേറ്റീവ്സ്, അവരുടെ അതേ ട്രൈബിലുള്ള ആൾക്കാർ മെയിൻലാൻഡിലുണ്ട്. അവരുമായിട്ടൊരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. ആൻഡ് ജൂലിയസ് സീസർ ഗോൾ എന്ന് പറയുന്ന ഈ മെയിൻലാൻഡിലെ കെൽറ്റിക് ടെറിട്ടറീസ് ജൂലിയസ് സീസർ കോൺകർ ചെയ്തു. ആൻഡ് ദെൻ ഹീ അണ്ടർസ്റ്റാൻഡ്സ് അബൌട്ട് ദിസ് island where there are the Celts. So he decides to extend his empire, the Roman Empire, into this island also. And in BC 55, there is the first Roman expedition to Britain under Julius Caesar. But this was unsuccessful. Caesar was defeated. The next year, BC 54, Caesar returned and he subdued the Celts. ആ സമയത്ത് കെൽസിൻ്റെ രാജാവ്, ഹിസ് എ ലെജൻഡറി കിങ്, കാസിവലാനസ് ഓഫ് ദ ട്രൈബ് ഓഫ് കാറ്റിവലോനി. He tried to put in a resistance, but that was swept away by the Romans, and they emerged as the conquerors. Julius Caesar, he returns to Rome, ഈ ഒരു കോൺക്വസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട്, but that was his end. He was assassinated in Rome very shortly. അപ്പോൾ റോമിനെ ഒന്ന് കോൺകർ ചെയ്തുവെങ്കിലും റോമിലൊരു ഭരണവ്യവസ്ഥിതി ഉണ്ടാക്കുവാനായിട്ട് ജൂലിയസ് സീസറിന് കഴിഞ്ഞില്ല. ആൻഡ് ഹീ ഈസ് നോ മോർ നൗ, ദർ ഇസ് നോ വൺ ടു ടേക്ക് ദ കൺട്രോൾ ഓഫ് ബ്രിട്ടൻ. അപ്പോൾ റോമിൻ്റെ ഒരു പവർ ബ്രിട്ടനിൽ എക്സസൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. പിന്നീട് നമ്മൾ കുറച്ച് വർഷങ്ങൾ മുമ്പോട്ട് നീങ്ങുകയാണ്. ഇപ്പോൾ ബ്രിട്ടൻ ഭരിക്കുന്നത് കിങ് ക്വിനോബിലൻ ഓഫ് കോൾച്ചസ്റ്റർ. ഷേക്സ്പിയറിൻ്റെ നാടകത്തിലെ കിങ് സിംബലിൻ എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹമാണ്. ഇപ്പോൾ റോം ഒരു എംപയറായിട്ട് മാറിയ കാലഘട്ടമാണ്. ക്വിനോബിലിൻ അല്ലെങ്കിൽ സിംബലിൻ റോമിലെ ആദ്യത്തെ 2 ചക്രവർത്തിമാർ, ഓഗസ്റ്റസ് ആൻഡ് ടൈബേറിയസ്, ഹി ഹാഡ് എ ഫ്രണ്ട്ലി റിലേഷൻ വിത്ത് ദം. ആൻഡ് ദ തേർഡ് റോമൻ എംപയർ, കാലിഗുള, ഹി ഈസ് കൺസിഡർഡ് ടു ബി എ മാഡ്മാൻ who ruled from AD 37 to 41. He issued orders for the conquest of Britain, but that did not take place. 3 years later, AD 43, Emperor Claudius orders a conquest. And this takes place in Britain. Roman soldiers വന്ന് ബ്രിട്ടനെ കോൺകർ ചെയ്യുന്നു. AD 50 റോം brought Kent, Colchester and the southern and eastern areas of Britain under their control. Take note of this, the southern and eastern areas were brought under Roman control. ആദ്യത്തെ ഇൻട്രഡക്ഷനിൽ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നല്ലോ, നോർത്ത് ആൻഡ് വെസ്റ്റ്, അവിടെ ഡിഫീറ്റഡ് ആകുന്ന ആൾക്കാർ പോയി താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവർ കുറച്ചൊരു ട്രൈബൽ നേച്ചർ, ഒരു റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്നൊരു ടൈപ്പാണ്. അപ്പോൾ ഈ കെൽറ്റിക് ട്രൈബ്സ് ഹൂ വേർ ഇൻ ദ വെസ്റ്റേൺ ആൻഡ് ദ നോർത്തേൺ ഏരിയാസ്, ദേ പുട്ട് ഇൻ എ സ്റ്റിഫ് റെസിസ്റ്റൻസ്. എന്നാൽ റോമൻസ് ക്രമേണ അവിടെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിച്ചു. റോമൻസിന് കോൺകർ ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് ഈ നോർത്തിലും വെസ്റ്റിലുമൊക്കെ എന്ന് പറഞ്ഞാൽ മൗണ്ടനസ് ടെറെയിൻസ് ആണ് ആൻഡ് സ്വാംഡ് ഫിൽഡ് ഫോറസ്റ്റ് ആണ്. But by AD 60, Rome controls the island of Anglesey, ഒരു low-lying island ആണ്. വളരെ ക്രൂരമായിട്ട് the Druid priests of the Celts were murdered and the Romans marched forward into the north. But at this time, there was some problem in the south. It happens in Norfolk. Norfolk, there was a Celtic tribe, Iceni, who had the queen
Boadicea as their ruler. Um, the people of the Iceni, they were peace-loving people. പക്ഷേ റോമൻ ഓപ്പറേഷൻ വളരെയേറെ അവരെ സഹിച്ചു. ഈവൻ they started, the Romans, though they had the subjugation of the Icenies, they began to direct their cruelty against the Queen Boadicea and her daughters, and this was too much for the Celtic tribe of Iceni, so they put up a rebellion. ഇത് സൗത്തിലാണ് നടക്കുന്നത്. അപ്പം നോർത്തിലേക്ക് പോകുന്ന റോമൻ സോൾജേഴ്സ്, they had to cut short their advance and they returns to Iceni, this tribe in Norfolk, and they put down the rebellion of the Iceni tribe. The Iceni were massacred, and the Queen Boadicea and her daughters commit suicide. റോം പിന്നെയും അവരുടെ അധികാരം വ്യാപിപ്പിക്കുകയാണ്. Their method was to build military forts, roads and forts. റോമിൽ, ഇംഗ്ലണ്ടിലെ പല സ്ഥലങ്ങളിലും അവർ നല്ല റോഡുകൾ, നമ്മളതേക്കുറിച്ച് പിന്നീട് പഠിക്കുന്നുണ്ട്, അതുപോലെ കോട്ടകൾ അവർ സ്ഥാപിക്കുന്നു. ആൻഡ് ദ പിഗ്സ് ആൻഡ് ദ സ്കോട്ട്സ് ഓഫ് ദ നോർത്ത് ഒരു ഫൈറ്റിംഗ് കമ്മ്യൂണിറ്റിയാണ്. രണ്ട് ഗ്രൂപ്പുകളാണ്, പിഗ്സ് എന്നും സ്കോട്ട്സ് എന്നും പറയുന്നത്. അവരെ കൺട്രോൾ ചെയ്യാനായിട്ട് റോമിന് വളരെ ബുദ്ധിമുട്ടാണ്. അവരുടെ അഡ്വാൻസസ് കൺട്രോൾ ചെയ്യാനായിട്ട് അത്ര എളുപ്പമല്ല. അപ്പോൾ പിന്നെ റോം ചെയ്യുന്ന ഒരു കാര്യം, ബിക്കോസ് റോം കനോട്ട് കൺട്രോൾ ദ പിഗ്സ് ആൻഡ് ദ സ്കോട്ട്സ്, റോം ട്രൈഡ് ടു പുട്ട് അപ്പ് വാൾസ് against these two communities, the pigs and the Scots. സോ അങ്ങനെ രണ്ട് വാൾസ് അവർ ഈ നോർത്തേൺ ട്രൈബിന് എതിരായിട്ട് അവർ മുമ്പോട്ട് കൊണ്ടുവന്നു. മെൻഷൻ അബൌട്ട് ദാറ്റ്, വൺ ഈസ് കോൾഡ് ദി ഹാഡ്രിയൻസ് വാൾ. ഇത് റോമൻ എംപററായിരുന്ന ഹാഡ്രിയൻ ഓർഡർ ചെയ്തിട്ട് പണിതാണ്. AD 123 ഇത് പണിത്. അതിൻ്റെ റൂയിൻസ് ഇപ്പോഴും അവിടെ കാണുവാനായിട്ട് സാധിക്കും. Then the Roman governor Agricola ordered a line of forts between Glasgow and Edinburgh. This came to be known as the Antoine's Wall. Both these walls helped the Romans to keep out inroads from the north. So this much about the Roman invasion, the various steps of the Roman invasion in Britain. And now there is a peace in Britain under the Romans, Pax Romana. The Romans are in power now, so they start to establish a powerful Roman settlement in Britain, of which we will see in the next session. Thank you.